ഹലോ, ഇനി നമുക്ക് ജേണലിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ജേണൽ എന്നാൽ എന്താണ്? ജേണൽ ഇസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി വെർ ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ജേണൽ എന്നൊക്കെയാണെങ്കിൽ ഒരു ബുക്കോ എൻട്രിയാണ്, ഒറിജിനൽ എൻട്രിയാണ്. അതായത് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെയും ഒരു എൻട്രിനെയാണ് നമ്മൾ ഒരു ബുക്ക് ഓഫ് എൻട്രിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. അത് ക്രോണോളജിക്കൽ ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യുക. അതായത് ഡേറ്റ് വൈസ് ആയിട്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്. അതിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. ഇനി ജേണലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഡേറ്റ് വൈസിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യും. ഈച്ച് എൻട്രി ഫോളോസ് ദ ഡബിൾ എൻട്രി സിസ്റ്റം. ഓരോ എൻട്രികളും ഡബിൾ എൻട്രി സിസ്റ്റത്തിലായിട്ടാണ് എന്ത് ചെയ്യുക, ഡബിൾ എൻട്രി സിസ്റ്റം പോലെയാണ് ഫോളോ ചെയ്യുന്നത്. ഇൻക്ലൂഡ് ഷോർട്ട്, അതായത് ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ പറഞ്ഞു അല്ലേ, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഇൻ ദ ഇൻക്ലൂഡ് ഷോർട്ട് നരേഷൻ, അതായത് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നടത്തും. നമ്മളെ എമൗണ്ട് എങ്ങനെ ഉള്ള ട്രാൻസാക്ഷൻ നടത്തിയത് എന്നുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷന് അവിടെ കൊടുക്കും. ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് ലെഡ്ജർ അക്കൗണ്ട്. ഈ ജേണൽ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ജേണൽ അക്കൗണ്ട് ഉണ്ടാക്കുക, അത് കഴിഞ്ഞതിന് ശേഷമാണ് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കുക. ഇത് ജേണൽ എൻട്രീൻ്റെ ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡേറ്റ് കൊടുക്കും, എന്നിട്ട് പെർട്ടിക്കുലേഴ്സ്, അതായത് അക്കൗണ്ട് ഡെബിറ്റഡ് ഡെബിറ്റ് ചെയ്ത എമൗണ്ട്, ഡെബിറ്റർ എമൗണ്ട്, അതായത് നെയിം ഓഫ് ദ അക്കൗണ്ട് ടു ബി ഡെബിറ്റ്, അതായത് ടു നെയിം ഓഫ് ദ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ്, ടു നെയിം ഓഫ് ദ അക്കൗണ്ട് ബി, അതായത് അവിടെ ക്രെഡിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെയും ഡെബിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെയും അവിടെ കൊടുക്കും. ചെറിയൊരു നരേഷനും കൊടുക്കും. എന്നിട്ട് അതിൻ്റെ എമൗണ്ട് എത്രയാണ്, ഡെബിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്, ക്രെഡിറ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ് എന്നുള്ളത് അവിടെ കൊടുക്കും. ആദ്യം അവിടെ ആ പെർട്ടിക്കുലറിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് അവിടെ കൊടുത്തതിന് ശേഷം അതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും നമ്മൾ എഴുതും. ഇങ്ങനെയാണ് ഒരു ജേണൽ എൻട്രിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ലെഡ്ജർ എന്നൊക്കെയാണെങ്കിൽ എന്താണ്? ലെഡ്ജർ ഇസ് ദ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി where all the transactions recorded in the journal or subsidiary book are classified and posted into individual account. അതായത് ലെഡ്ജർ അക്കൗണ്ട് എന്നൊക്കെയാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻ്റെ ഒരു ഫൈനൽ എൻട്രി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ജേണലിൻ്റെ ഒന്നെങ്കിൽ ജേണലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജേണലിൻ്റെയോ ഒരു സബ്സിഡറി ബുക്കിൻ്റെയോ ഒരു ഫൈനൽ എൻട്രി ആയിട്ടാണ് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആയിട്ടാണ് നമ്മളത് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, സിംപ്ലി പറഞ്ഞാണെങ്കിൽ ലെഡ്ജർ എന്നൊക്കെയാണെങ്കിൽ ലെഡ്ജർ ഇസ് എ ബുക്ക് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ അക്കൗണ്ട്, അതായത് ക്യാഷ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നീ തുടങ്ങി എല്ലാ അക്കൗണ്ടുകളും എന്താണ് ലെഡ്ജറിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് ആ ജേണലത്തെ ആ ഇതും അല്ലെങ്കിൽ ഒരു സബ്സിഡറി ബുക്കിൻ്റെ ഒരു റെക്കോർഡും കൂടി അതിൻ്റെ കൂടെ ഒരു ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ജേണൽ ഉണ്ടാക്കുക. അതിൽ എല്ലാ അക്കൗണ്ടുകളും ഉൾപ്പെട്ടിട്ടുണ്ടാവും. ക്യാഷ് അക്കൗണ്ട് ആയാലും സെയിൽസ് അക്കൗണ്ട് ആയാലും പർച്ചേസ് അക്കൗണ്ട് ആയാലും ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഷോസ് ഹൗ മച്ച് ഈസ് പേയബിൾ, റിസീവബിൾ, സ്പെൻഡ് ഓർ ഏൺ. ഇതിലെന്തൊക്കെയാണ് പറയണത്? എത്രയാണ് നമ്മൾ പേ ചെയ്തിട്ടുള്ളത്, എത്രയാണ് നമ്മൾ റിസീവ് ചെയ്തത്, നമ്മൾ സ്പെൻഡ് ചെയ്തത്, നമ്മൾ ഏൺ ചെയ്തത് എന്നാണ് എല്ലാ ഡീറ്റെയിൽസും ലെഡ്ജറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ലെഡ്ജറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്, അതായത് കണ്ടെയ്ൻസ് ഓൾ അക്കൗണ്ട്. നമ്മൾ പറഞ്ഞു എല്ലാ അക്കൗണ്ടും ഇതിൽ ലെഡ്ജറിൽ പറയുന്നതാണ്. അപ്പോൾ എന്താണ്, എല്ലാ അക്കൗണ്ടും നമ്മൾ ഇതിൽ
ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. പേഴ്സണൽ ആയാലും റിയൽ ആയാലും നോമിനൽ ആയിട്ടും. ഇതിലെന്താണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ഈ ലെഡ്ജർ അക്കൗണ്ടിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെന്താണ് ഹെൽപ്പ് ഇൻ പ്രിപ്പയറിങ് ദ ട്രയൽ ബാലൻസ്. ഇനി ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ലെഡ്ജർ എമൗണ്ട് നമുക്ക് പോസിബിളായിട്ട് വരും. പിന്നെ പ്രൊവൈഡ് എ കംപ്ലീറ്റ് സമ്മറി ഓഫ് ഫിനാൻഷ്യൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ കംപ്ലീറ്റ് സമ്മറി നമുക്ക് ഈ ലെഡ്ജർ നോക്കിയാൽ കിട്ടും. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഈ ലെഡ്ജറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ലെഡ്ജർ കൊണ്ടുള്ള പർപ്പസുകൾ എന്താണ്? അതാണ് ടു നോ ദ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ഫ്രം ഡെപ്റ്റേഴ്സ്. അത് ഡെപ്റ്റേഴ്സിൽ നിന്നുള്ള ഡ്യൂ എമൗണ്ട് എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറയും. പിന്നെന്താണ് ഡെപ്റ്റേഴ്സിൻ്റെയും പിന്നെ ടു നോ ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ടു ക്രെഡിറ്റേഴ്സിന് പേയബിൾ ചെയ്യാനുള്ള എമൗണ്ട് മനസ്സിലാക്കാനും ഡെപ്റ്റേഴ്സിന് ഡ്യൂ ഉള്ള എമൗണ്ട് മനസ്സിലാക്കാനൊക്കെ നമുക്ക് കഴിയും. ടു ഫൈൻഡ് ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഈ ലെഡ്ജർ അക്കൗണ്ട് കൊണ്ട് സാധിക്കും. ഓക്കെ, അതിൽ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ രൂപമാണ് ഇവിടെ പറഞ്ഞത്. ആദ്യം ഡേറ്റ്, പിന്നെ പെർട്ടിക്കുലർ JF എന്നാണ് കൊടുത്തത്. അതായത് ജേണലിൻ്റെ ഇതാണ് അവിടെ JF ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ജേണൽ ഫോളിയോ, ജേണലിൻ്റെ ആ നമ്പറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജേണൽ ബുക്കിൽ നമ്മൾ എവിടെയാണോ എഴുതിയത് അതിൻ്റെ നമ്പറായിട്ട് നമ്മൾ ഇവിടെ എഴുതും. പിന്നെ അതിൻ്റെ എമൗണ്ട്, പിന്നെ ഇവിടെ അത് ഡെപ്റ്റർ സൈഡിലാണ് അത്രയും വരുന്നത്. അതേപോലെ മറ്റേ സ്ഥലത്ത് ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവും, അവിടെ ഉണ്ടാവും പെർട്ടിക്കുലർ എത്രയാണ് ഡെബിറ്റ് ചെയ്ത്. ഈ ഡെബിറ്റിൽ നമ്മൾ എത്രയാണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തത് എന്നുള്ള ഡെപ്റ്റർ സൈഡിലും, ക്രെഡിറ്റിൽ എമൗണ്ട് എത്ര ഡെബിറ്റ് ചെയ്തത് എന്നുള്ള ക്രെഡിറ്റ് സൈഡിലും നമ്മൾ എഴുതിയിട്ട് നമ്മൾ ആ ബാലൻസ് ചെക്ക് ചെയ്യും. ഓക്കെ, അവിടെ ടോട്ടൽ ആ ഒരൊറ്റ പീരീഡിൽ ആ മന്തിലുള്ള ബാലൻസ് നമ്മൾ എത്ര ഉള്ളത് എന്ന് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് നമ്മൾ എഴുതുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ലെഡ്ജർ ഉണ്ടാക്കുക. ഇനി അതിൽ ട്രയൽ ബാലൻസ് പറയുന്നുണ്ട്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഷോസ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട് ഓൺ എ പെർട്ടിക്കുലർ ഡേ ടു ചെക്ക് വെദർ ദ ടോട്ടൽ ഡെബിറ്റ് ഈക്വൽ ടു ടോട്ടൽ ക്രെഡിറ്റ്. അതായത് ട്രയൽ ബാലൻസ് പറഞ്ഞാൽ എല്ലാ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട്, അതായത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട് ആണ് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ എല്ലാ ബാലൻസുകളും നമ്മൾ അവിടെ എഴുതുന്നതിനെയാണ് ട്രയൽ ബാലൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇവിടെ എന്താണ് നമ്മൾ ടോട്ടൽ ഡെബിറ്റ് ടോട്ടൽ ക്രെഡിറ്റ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. നമുക്ക് ആ പെർട്ടിക്കുലർ ഡേറ്റിൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് ഇട്ടായിട്ട് നമ്മൾ എഴുതാം അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ആ ടോട്ടൽ ഡെബിറ്റ് ടോട്ടൽ ക്രെഡിറ്റിന് ഈക്വൽ ആണോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കും. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഓൾ ലെഡ്ജർ ബാലൻസ് പ്രിപ്പയർ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്. ആ അക്കൗണ്ടിൻ്റെ കറക്റ്റ്നെസ് ആയിട്ടാണ് ആ ട്രയൽ ബാലൻസിൽ കാണിക്കുക. അതായത് ഡെബിറ്റ് എമൗണ്ട് ഈക്വൽ ടു ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ട് അവിടെ വരുന്നതായിരിക്കും. ആ ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും എന്തായിരിക്കും? ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ട്രയൽ ബാലൻസിൽ കാണിക്കുകയുള്ളൂ, ട്രയൽ ബാലൻസിൽ വരികയുള്ളൂ. ഓക്കെ, ഇനി ട്രയൽ ബാലൻസിൻ്റെ പർപ്പസുകൾ എന്തൊക്കെയാണ്? അതായത് ടു എൻഷുർ ഡെബിറ്റ്സ് ഈക്വൽ ടു ക്രെഡിറ്റ്, അതേപോലെ ആ ഡെബിറ്റിന് അനുസരണമായിട്ടുള്ള ക്രെഡിറ്റ് അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ടു ഡിറ്റക്ട് ഇറർ ഇൻ അക്കൗണ്ടിങ്, അതായത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും അത് രണ്ടും സെയിം ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ടു ഹെൽപ്പ് പ്രിപ്പയറിങ് ഫൈനൽ അക്കൗണ്ട്, അതായത് നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് എന്താണ് ഈ ട്രയൽ ബാലൻസ് നമുക്ക് സഹായിക്കും. ഇനി ട്രയൽ ബാലൻസിൻ്റെ ഫീച്ചേഴ്സ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ആൻ അക്കൗണ്ട്. ഇത് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ട്രയൽ ബാലൻസ് കണക്കാക്കുന്നത്.
അതൊരു അക്കൗണ്ടായിട്ട് മാത്രമല്ല. ഓക്കെ, കണ്ടെയ്ൻസ് ടു പേഴ്സ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. രണ്ട് ഞാൻ പറഞ്ഞു ഇതിൽ രണ്ട് എമൗണ്ട് ആയിട്ട് വരും. ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ട് ആയിട്ട് രണ്ട് കോളമായിട്ട് വരും. ടേക്ക് ഫ്രം ലെഡ്ജർ. ഇത് ലെഡ്ജർ ബാലൻസിൽ നിന്നാണ് നമ്മൾ ഈ ട്രയൽ ബാലൻസ് എടുക്കുന്നത്. പ്രിപ്പയർ ബിഫോർ ഫൈനൽ. ഒരു ഫൈനൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് പ്രോഫിറ്റ് അക്കൗണ്ട്, എന്താണ് ലോസ് അക്കൗണ്ട്? അതായത് ഫസ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് financial statement prepared to find out the net profit or net loss of a business for a particular accounting period. അതൊരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിൽ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഒരു എന്താണ് അവിടെ എന്താണ് നെറ്റ് പ്രോഫിറ്റ്, എന്താണ് നെറ്റ് ലോസ്, എന്താണ് എന്നുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറയുന്നത്. ഇറ്റ് ഷോസ് ഓൾ ദ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആൻഡ് ഓൾ ദ എക്സ്പെൻസ് ആൻഡ് ലോസസ് ഓഫ് ദ ബിസിനസ്. ഇതിലെന്താണ് കാണിക്കുന്നത്? എല്ലാ ഇൻകം, എല്ലാ ഗെയിൻസും ഇതിൽ കാണിക്കും. ആൻഡ് ഓൾ ദ എക്സ്പെൻസ്, എല്ലാ ഇൻകംസ്, എല്ലാ ഗെയിൻസും, അതുപോലെ തന്നെ എല്ലാ എക്സ്പെൻസും എല്ലാ ലോസസും ഇതിൽ കാണിക്കും. എന്തിൽ? ട്രയൽ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ഓക്കെ, ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനുള്ള അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു കാൽക്കുലേറ്റ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അതായത് മെയിനായിട്ട് ഞാൻ പറഞ്ഞു എല്ലാ ലോസും എല്ലാ പ്രോഫിറ്റും അതിൽ കാണിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഇതിൽ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും കാണിക്കാനുള്ള മെയിനായിട്ട് ഉള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ടു മെഷർ ബിസിനസ് പെർഫോമൻസ് ഡ്യൂറിങ് ദ പീരിയഡ്. അത് നമുക്ക് ബിസിനസ് പെർഫോമൻസ് മെഷർ ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കും. ടു ഹെൽപ്പ് ദ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കാനും വേണ്ടിയിട്ട്, അതായത് കോസ്റ്റ് കൺട്രോൾ, പ്രൈസ് കൺട്രോളിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാണ് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ടു ഷോ ദ ഫിനാൻഷ്യൽ റിസൾട്ട് ടു ഓണേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇത് അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഓണേഴ്സിനൊക്കെ ഇത് ഈ ഫിനാൻഷ്യൽ റിസൾട്ടായിട്ട് നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കാൻ പറ്റും. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ മോഡലാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് പറ്റുക, അതായത് എല്ലാതും അതിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. എല്ലാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ, അതിൽ ടു സാലറി, ടു റെൻറ്റ്, എല്ലാം ഓരോരോ പാർട്ടുകളും അതിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്താ ബൈ ക്രോസ് പ്രോഫിറ്റ്, ബൈ ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട്, അതൊക്കെ എന്താണ് ഓരോ എമൗണ്ട് അവിടെ നമ്മൾ ഇതായിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കേൾക്കുന്നതാണ് ബാലൻസ് ഷീറ്റ് അല്ലേ. ബാലൻസ് ഷീറ്റ് എന്നൊക്കെ ആണെങ്കിൽ എന്താ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ഓൺ എ സ്പെസിഫിക് ഡേറ്റ്. ആ ഒരു സ്പെസിഫിക് ഡേറ്റിൽ അതിൻ്റെ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. എന്നിട്ട് അതിൽ ആ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കും. അതിനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പറയുന്നത്. ഇറ്റ് ഗിവ്സ് എ ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് ബിസിനസ് ഓൺസ് ആൻഡ് വാട്ട് ദ ബിസിനസ് ഓസ്. അതായത് എന്തൊക്കെയാണ് ആ ബിസിനസ്സിൽ ഉണ്ടായതും ബിസിനസ്സിൽ നിന്ന് നമുക്കുണ്ടായ നഷ്ടങ്ങളും ആയിട്ട് അതിൽ എന്താണ് നേടിയത് എന്നുള്ളതും നേടേണ്ടതും ഉള്ളതൊക്കെ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയും ബാലൻസ് ഷീറ്റിൽ. ഓക്കെ, ബാലൻസ് ഷീറ്റിൻ്റെ മെയിൻ പാർട്ടുകൾ എന്ന് പറഞ്ഞത് ഫസ്റ്റ് മെയിനായിട്ട് വരുന്നത് അസറ്റാണ്. അതിൽ റിസോഴ്സ് ഓൺഡ് ബൈ ദ ബിസിനസ്സിൽ എന്തൊക്കെയാണ് റിസോഴ്സ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. ബാലൻസ് ഷീറ്റിൽ മെയിനായിട്ട് പറയുന്നത് ഓൺസും ഓസാണ്. എന്താണ് സ്വന്തമാക്കിയിട്ടുള്ളത്, എന്തൊക്കെയാണ് ബാധ്യതകൾ ഉള്ളതൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ പറയാം. അപ്പോൾ അവിടെ അസറ്റിൽ പറയുമ്പോൾ എന്താണ്, നമുക്ക് ആ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ഓൺഡ് റിസോഴ്സസ് എന്താണെന്ന് നോക്കുക. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ക്യാഷ് വേണം, സ്റ്റോക്ക് വേണം, ഡെപ്റ്റേഴ്സ് വേണം, മെഷീനറി വേണം, ബിൽഡിങ്സ് ഒക്കെ എന്താണ് നമുക്ക് അസറ്റ് വരുന്ന ഓൺഡ് റിസോഴ്സസുകളാണ്.
ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ദ ബിസിനസ് ഹാസ് ടു പേ അതേഴ്സ്. വേറെ ആർക്കെങ്കിലും ആ ബിസിനസ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയാം. അതിൽ ക്രെഡിറ്റേഴ്സ് വരും, ബാങ്ക് ലോൺ വരും, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒക്കെ എന്താണ് നമ്മൾ ലയബിലിറ്റീസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മണി ഇൻവെസ്റ്റ്മെന്റ് ബൈ ദ ഓണർ പ്ലസ് നെറ്റ് പ്രോഫിറ്റ് ഡ്രോയിങ്സ്. അതായത് നമ്മൾ ആ ക്യാപിറ്റൽ നമ്മൾ എത്ര ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, ഓണർ എത്ര, എന്നിട്ട് പിന്നെ ക്യാപിറ്റൽ എന്ന് എങ്ങനെയാണ് കാണുന്നത്, അത് മണി ഇൻവെസ്റ്റ് ഓണർ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡ്രോയിങ്സ് നമ്മൾ മൈനസ് ചെയ്താലാണ് നമുക്ക് ക്യാപിറ്റൽ കിട്ടുക. എന്നിട്ട് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? അതായത് നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അതിൽ നിന്ന് പിൻവലിക്കുക. ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ അസറ്റിൽ നിന്ന് നമ്മൾ പിൻവലിക്കണേനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയും. അപ്പോൾ ഈ ക്യാപിറ്റലായിട്ട് കണക്കൂട്ടുക എന്നതാണ് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അത് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് എന്താ ഉള്ളത്, അതിന് നമ്മൾ ക്യാഷ് വലിച്ചിട്ടുള്ള അതും കൂടെ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റലായിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ ലയബിലിറ്റി എമൗണ്ടും അസറ്റ് എമൗണ്ടായിട്ട് നമ്മൾ ഇവിടെ പറയാം. ഈ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു രൂപമാണ് ഇവിടെ പറഞ്ഞത്. അത് ലയബിലിറ്റി എമൗണ്ട് ഭാഗം ഉണ്ടാവും, ഒരു അസറ്റിൻ്റെ ഭാഗം ഉണ്ടാവും. കറണ്ട് ലയബിലിറ്റിയിൽ ഏതൊക്കെയാണ് ഉള്ളത്? ബില്ല്, പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഒക്കെ എന്താണ് കറണ്ട് ഒക്കെ ലയബിലിറ്റിയിൽ കറണ്ട് ലയബിലിറ്റിയിലാണ് വരിക. അഡ്വാൻസ്ഡ് ഏൺ ഇൻകംസ്, ഷോർട്ട് ടേം ലോൺസ് ഒക്കെ എന്താണ് കറണ്ട് ലയബിലിറ്റിയിലാണ് വരിക. നോൺ കറണ്ട്, അതായത് ഈ ലയബിലിറ്റീനെ തന്നെ നമ്മൾ തരംതിരിക്കാൻ പറഞ്ഞല്ലേ, കറണ്ട് ലയബിലിറ്റി, നോൺ കറണ്ട് ലയബിലിറ്റി, ക്യാപിറ്റൽ എന്ന രീതിക്ക് നമുക്ക് തരംതിരിക്കാം. അതിൽ നോൺ കറണ്ട് ലയബിലിറ്റി നമ്മൾ പറഞ്ഞു. ഈ നോൺ കറണ്ട് ലയബിലിറ്റി പറഞ്ഞാൽ ലോങ് ടേം ലോൺസ്, ലോങ് ടേം ലോൺസിനെ നമ്മൾ എന്താണ് നോൺ കറണ്ട് ലയബിലിറ്റിയിൽ പറയും. അതേപോലെ തന്നെ അതിൽ ക്യാപിറ്റലിൽ പറയുന്നത് എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഇൻവെസ്റ്റഡ് ഓൺ ക്യാപിറ്റൽ. അതായത് എല്ലാത്തിൻ്റെയും കൂടെ പ്രൊഫൈലായിട്ട് ഇതിൽ ക്യാപിറ്റലായിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് അതിൽ ആഡ് പിന്നെ ലെസ് അതിന് ആഡ് ചെയ്യാവുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നെറ്റ് പ്രോഫിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ്, അതിന് ലെസ് ചെയ്യുക ഡ്രോയിങ്സ് നെറ്റ് ലോസസ്. അത് നെറ്റ് ലോസ് നമ്മൾ അതിന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് ലോസസ് ആയിട്ട് തന്നെ വരിക. എന്നിട്ട് അതിൻ്റെ എമൗണ്ട് ഒക്കെ അവിടെ പറയാം. എന്നിട്ട് അസറ്റിൽ തന്നെ കറണ്ട് അസറ്റും ഉണ്ട്, ഫിക്സഡ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ്. അതിൽ കറണ്ട് അസറ്റിലാണ് ക്യാഷ് ഇൻ ഹാൻഡ് നമ്മളെ കയ്യിലുള്ളത്, ക്യാഷ് ബാങ്ക്, പിന്നെന്താ ഇൻവെൻട്രീസ്, ബില്ല്, പേയബിൾ, പിന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ആക്യുറേറ്റ് ഒക്കെ എന്താണ് അസറ്റിലായിട്ട് വരും. പിന്നെ നോൺ അസറ്റിലായിട്ടാണ് ബിൽഡിങ്, അതായത് ഫിക്സഡ്, നോൺ അസറ്റ് ഓർ ഫിക്സഡ് ആയിട്ട് ആ ബിസിനസ് മുന്നോട്ട് പോകുന്ന വരെ ആ ഫിക്സഡ് അസറ്റ് അവിടെ ഉണ്ടാവും. ബിൽഡിങ്, ലാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിക്സഡ് ഗുഡ് വില്ലൊക്കെ എന്താണ് അതൊക്കെ എന്താണ് ഫിക്സഡ് അസറ്റിൽ. ആ അസറ്റിൽ തന്നെയാണ് അവിടെ ഫിക്സഡ് അസറ്റിൽ തന്നെ ആയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ബിൽഡിങ് ലാൻഡൊക്കെ വരിക. കാരണം ആ ബിസിനസ് കഴിയുന്നവരെ അതവിടെ ഉണ്ടാവണം. ആ ബിൽഡിങ്ങും ലാൻഡും ഇല്ലെങ്കിൽ ആ ബിസിനസ് ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ അവിടെ നിന്ന്. അപ്പോൾ എന്താണ് അതൊക്കെ ഫിക്സഡ് അസറ്റിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നോട്ട്സ് വായിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.